1947 എന്ന വർഷം നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ്. പക്ഷെ 48 എന്നൊരു വർഷമുണ്ട്, തൊട്ടടുത്തുള്ളൊരു വർഷം. ഈ 1948 നമ്മൾ അനുഭവിച്ച പീഡനങ്ങളുടെ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. ബിജനൂരിൽ നിന്ന്, ഭീവണ്ടിയിൽ നിന്ന്, അഹമ്മദാബാദിൽ നിന്ന്, അലഹാബാദിൽ നിന്ന്, മീറത്തിൽ നിന്ന്, സൂറത്തിൽ നിന്ന് ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് കുതിച്ചു പായുന്ന ട്രെയിനുകൾ ഡൽഹിയിലെത്തുമ്പോൾ, രാഷ്ട്ര തലസ്ഥാനത്തെത്തുമ്പോൾ, അതിൻ്റെ മുൻപ് ആൾവാസമില്ലാത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ, ജനവാസമില്ലാത്ത സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെന്റിൻ്റെ അകത്ത് നിന്ന് വലിയ ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു അത്രേ. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഫാക്ടറികളിലെ ഉപയോഗശൂന്യമായ പായ് വസ്തുക്കളല്ല ആ ചാക്കുകെട്ടിൻ്റെ അകത്തുണ്ടായിരുന്നത്. വിഭജനത്തിൻ്റെ ഉത്തരവാദികൾ, പാകിസ്ഥാന്റെ ചാരന്മാർ, മതമൗലികവാദികൾ എന്ന് മുദ്രകുത്തി കൊല ചെയ്യപ്പെട്ട മുസൽമാന്റെ തലയോട്ടികളായിരുന്നു ആ ചാക്കുകെട്ടിൻ്റെ അകത്തുണ്ടായിരുന്നത്. കയ്യിലൊരു വടി പിടിച്ച് നമ്മളെ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് ആട്ടിപ്പായിപ്പിച്ചു. നിന്റെ രാജ്യം പാകിസ്ഥാനാണെന്നും നീ അവിടെ പോയാണ് ജീവിക്കേണ്ടതെന്നുമാണ് ആ ശത്രുക്കൾ നമ്മളോട് പറഞ്ഞത്. ഇതിന്റെ ഒരു ബാക്കിപത്രം എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ, ചെറിയ കുഞ്ഞുങ്ങൾ പാകിസ്ഥാനിൽ, അവരുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ, വയസ്സായ മാതാപിതാക്കൾ ഇന്ത്യയിൽ, അവരെ സംരക്ഷിക്കേണ്ട മക്കൾ പാകിസ്ഥാനിൽ, കയ്യിൽ കിട്ടിയ വസ്തുക്കളും കൊണ്ട് അവർ പലായനം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം. ഇവിടുത്തെ കായലുകളിൽ പൊങ്ങുതടികളെ പോലെ മുസൽമാന്റെ മയ്യത്തുകൾ പൊങ്ങിക്കിടന്ന ഒരു കാലം. ഒരാളും നമുക്ക് സംരക്ഷകരായിട്ടുണ്ടായിരുന്നില്ല. പോകുന്നത്രയും പോകട്ടെ, അനുഭവിക്കേണ്ടത്ര അനുഭവിക്കട്ടെ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ആരൊക്കെ എന്ന വാക്കിനെ ഞാൻ എല്ലാവരും എന്ന വാക്കിൽ ഒതുക്കുന്നു. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരാളും നമ്മളെ സഹായിച്ചു. ആ ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്, പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കണം, ഇത് നമ്മുടെയും കൂടി രാജ്യമാണ്, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നു എന്നന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യന്റെ പേരാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്.